ഹലോ ഗൈസ്, അങ്ങനെ ലോകകപ്പിൽ നമ്മൾ കാത്തിരുന്ന ബ്രസീലിൻ്റെ രണ്ടാമത്തെ മത്സരം വന്നെത്തിയിരിക്കുകയാണ് ഗൈസ്. ബ്രസീൽ വേഴ്സസ് ഹെയ്ത്തി മത്സരം ജൂൺ 20 ശനിയാഴ്ച രാവിലെ 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോകകപ്പിലെ ആദ്യത്തെ മത്സരത്തിൽ മൊറോക്കോയോട് സമനില വഴങ്ങിയ ബ്രസീൽ ഇനി നിർണായകമായ രണ്ടാം മത്സരത്തിനായി ഹെയ്ത്തിയെ നേരിടുകയാണ്. കാർലോ അഞ്ചലോട്ടിയുടെ ടീമിന് ഇനി ജയമല്ലാതെ മറ്റൊരു ഫലവും ചിന്തിക്കാൻ കഴിയില്ല. ആദ്യ മത്സരത്തിൽ ബ്രസീൽ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുത്തില്ലെങ്കിലും വിനീഷ്യസ് ജൂനിയറിൻ്റെ ഗോളിലൂടെ ഒരു പോയിന്റ് സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഹെയ്ത്തിക്കെതിരെ ബ്രസീൽ ഇറങ്ങുമ്പോൾ ആരാധകരുടെ കണ്ണുകൾ വിനീഷ്യസ് ജൂനിയർ, റഫീഞ്ഞ, ബ്രൂണോ ഗമീരസ്, മാർക്കിന്യോസ് എന്നിവരിലായിരിക്കും. പരിക്കിൽ നിന്നും മടങ്ങിയെത്തുന്ന നെയ്മർ പരിശീലനത്തിൽ ടീമിനൊപ്പം ചേർന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആദ്യ 11-ൽ ഉണ്ടാവുമോ എന്നത് ഇപ്പോഴും സംശയകരമാണ്. മറുവശത്ത് ഹെയ്ത്തിയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർഡോഗ് ടീമുകളിൽ ഒന്നാണ്. ശക്തമായ പ്രതിരോധ നിരയുള്ള അവർക്ക് പോരാട്ട വീര്യം കൊണ്ട് ഏത് ടീമിനെയും ബുദ്ധിമുട്ടിക്കാൻ കഴിവുള്ളവരാണ്. അതിനാൽ ബ്രസീലിന് ഈ മത്സരം എളുപ്പമാകില്ല. എങ്കിലും നിലവിലെ താരനിരയും അനുഭവ സമ്പത്തും കണക്കിലെടുത്താൽ വിജയസാധ്യത ബ്രസീലിന് തന്നെയാണ്. എല്ലാറ്റിനും ഉപരി ഈ മത്സരത്തിലെ ഏറ്റവും വലിയ ആകർഷണം നെയ്മർ ജൂനിയർ ആയിരിക്കും. വർഷങ്ങളായി ബ്രസീൽ ആരാധകരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ചുമന്ന താരമാണ് അദ്ദേഹം. പരിക്കുകളും വിമർശനങ്ങളും പല തിരിച്ചടികളും നേരിട്ടിട്ടുണ്ടെങ്കിലും ദേശീയ ടീമിനോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണം ഒരിക്കലും കുറഞ്ഞിട്ടില്ല. ഇത് ഒരുപക്ഷേ നെയ്മറുടെ അവസാന ലോകകപ്പ് ആയേക്കാം. അതിനാൽ ഓരോ ചെറിയ മിനിറ്റും അദ്ദേഹത്തിന് വിലപ്പെട്ടാണ്. ഹെയ്ത്തിക്കെതിരായ മത്സരത്തിൽ നെയ്മർ കളത്തിലിറങ്ങുകയാണെങ്കിൽ അതൊരു സാധാരണ തിരിച്ചുവരവാവില്ല. ലോക ഫുട്ബോളിൽ താൻ ഇന്നും കിരീടം വയ്ക്കാത്ത രാജാവാണ് എന്ന് തെളിയിക്കാനുള്ള നെയ്മറുടെ അവസരമായിരിക്കും അത്. പ്രായവും പരിക്കുകളും തളർത്താത്ത ബ്രസീലിൻ്റെ നമ്പർ 1 സൂപ്പർ സ്റ്റാർ ഇപ്പോഴും താനാണെന്ന് തെളിയിക്കാനുള്ള അവസരമാണ് നെയ്മറിന് മുന്നിൽ തെളിയുക. ബ്രസീൽ ആരാധകർ മാത്രമല്ല, ഫുട്ബോൾ ആരാധകരും കാത്തിരിക്കുന്നത് നെയ്മറിൻ്റെ ഒരു ഗോളിനെയോ അസിസ്റ്റിനെയോ മാത്രമല്ല, വർഷങ്ങളായി ലോകത്തിനെ വിസ്മയിപ്പിച്ച ആ പഴയ നെയ്മർ മാജിക്ക് വീണ്ടും കാണാൻ വേണ്ടിയാണ്. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ കളിക്കേണ്ടതായിട്ടുണ്ടോ? നെയ്മറിൻ്റെ പ്രകടനം ഈ ലോകകപ്പിൽ ബ്രസീലിന് എത്രത്തോളം നിർണായകമായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. എന്തായാലും നെയ്മർ ശക്തമായി തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു.